Watch full episodes on Jio Hotstar. ജയ്സിംഗ് ജി, വെൽക്കം ടു ദി ബോർഡ്. എങ്ങോട്ടാണ് പോകേണ്ടത്? കുട്ടികൾക്ക് അഡ്വാൻസ്ഡ് മാജിക്കൽ സ്കൂളിലേക്ക് പോകണം. ഞാൻ അവരെ ഇവിടം വരെ വിട്ടിച്ച് പോകാൻ വന്നതാ. ഇനി ഇവരെ താങ്കൾ നോക്കിക്കോണം. ഇത്ര ലേറ്റോ? എനിക്ക് തോന്നുന്ന അഡ്മിഷൻ ഇപ്പോൾ ക്ലോസ് ആയി കാണുമെന്നാണ്. എനിവേസ്, കമോൺ കിഡ്സ്. അതെന്താ ലേറ്റ് ആണെന്ന് പറഞ്ഞേ? ഞങ്ങൾക്ക് ഇന്നാണ് ലെറ്റർ കിട്ടിയത്. ഇന്നു മുതൽ അഡ്മിഷൻ തുടങ്ങുന്നതാണ് അതിൽ എഴുതിയിരുന്നത്. ചേട്ടാ, ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. മുത്തശ്ശ, ഞാനൊരു രുദ്രനോടൊപ്പം ചെല്ലട്ടെ? വേണ്ടരെങ്കില, നിനക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ ഉള്ളൂ. അഡ്വാൻസ്ഡ് മാജിക് കോഴ്സ് ചെയ്തിട്ട് രുദ്ര ഉടൻ തന്നെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചെത്തും. എന്നാ വരൂ, നമുക്ക് ഉടനെ പോവാം. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും മോനെ. നല്ലവണ്ണം പഠിക്കണം കേട്ടോ. ബൈ ബൈ. നല്ലപോലെ മുറുക്കി പിടിച്ചോളൂ കുട്ടികളെ. ക്യാപ്റ്റൻ, നിങ്ങളെ കുട്ടികളെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നത്? മാജിക് അക്കാദമി. സർ, ഞങ്ങൾ മാജിക് സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിക്കാൻ പോവാ. അഡ്മിഷൻ ഇപ്പോഴും കൊടുക്കുന്നുണ്ടോ? ഞാൻ സെക്യൂരിറ്റിയെ അലർട്ട് ചെയ്തേക്കാം. അതിനിടയ്ക്ക് നിങ്ങൾ കുട്ടികളെ ഗേറ്റിൽ ഡ്രോപ്പ് ചെയ്തേക്ക് ക്യാപ്റ്റൻ. വെൽക്കം ടു ദി അഡ്വാൻസ്ഡ് മാജിക്കൽ അക്കാദമി കുട്ടികളെ. ഈ സ്കൂളിൽ ഈഗിൾമാരാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. ചെറിയ പക്ഷിക്ക് പോലും അവന്റെ അനുവാദമില്ലാതെ ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല. സ്കൂളിലേക്ക് ചെല്ലാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. താങ്ക് യു സർ. ബൈ. വെൽക്കം കിഡ്സ്. പേടിക്കേണ്ട കുട്ടികളെ, ഞാനാണ് ഷാർക്ക് മാൻ, സ്കൂൾ എൻട്രൻസിന്റെ ഗാർഡിയൻ. ഞാൻ നിങ്ങളെ സ്കൂൾ ഗേറ്റ് വരെ കൊണ്ടെത്തിക്കാം. താങ്ക് യു സർ. ഗുഡ് ലക്ക്. കണ്ണെത്തും ദൂരം വരെ ബിൽഡിംഗ്സ് മാത്രമേ ഇവിടെയുള്ളൂ. അക്കാഡമി എവിടെയാ ഉള്ളത്? അതിപ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഡ്രോൺ ഉപയോഗിച്ച് നമുക്ക് മാപ്പ് നോക്കാം. കൊള്ളാലോ, ഈ ക്യാമ്പസ് എന്തുമാത്രം വലുതല്ലേ. നല്ല ഭംഗിയുള്ള സ്ഥലം. സ്കൂൾ കിട്ടി പോയി വേഗം നടക്ക്. അക്കാഡമിയുടെ ബിൽഡിംഗ് കണ്ടില്ലേ? ഓ ഓസം. പക്ഷെ മറ്റുള്ള സ്റ്റുഡൻസ് ഒക്കെ എവിടെ പോയി?
Wow. Wow. ഓഹോ അഡ്മിഷൻ ഒക്കെ ക്ലോസ് ചെയ്ത ശേഷം അഡ്മിഷൻ വാങ്ങാൻ ആരാണ് വരുന്നത്? മാഡം കാനൂൻ കപ്പയുണ്ടല്ലോ, ഇവന്റെ അപ്പൂപ്പന്റെ പുറയിലുള്ള കാര്യങ്ങൾ പോലും ചെയ്യില്ല. അവരാരുടെ വാക്കുകളും കേൾക്കാറില്ല. എന്താ അവിടെ ഒരു ബഹളം? കാരണമില്ലാതെ ഹാളിൽ കിടന്ന് കറങ്ങുന്നത് തെറ്റാണ്. എല്ലാവരും അവരവരുടെ റൂമിലേക്ക് ചെല്ലൂ. ഓ നോ, അതാ സെക്യൂരിറ്റി. ലെറ്റ്സ് ഗോ. മിസ് സെക്യൂരിറ്റിയോ? അല്ല പിള്ളേരെ, നിങ്ങൾക്ക് വല്ല സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ വേണോ? ഈഗിൾ മാൻ എന്നോട് നിങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. പ്രിൻസിപ്പലിന്റെ റൂം ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്. ദേ കണ്ടില്ലേ എസ്കലേറ്റർ, അതിൽ കൂടി പോകൂ, എന്നിട്ട് പ്രിൻസിപ്പലെ കണ്ടിട്ട് വരൂ. Okay, ma'am. ഇവിടെ എക്സ്കലേറ്റർ ഒന്നും കാണുന്നില്ലല്ലോ. ഇത് ഇൻവിസിബിൾ എസ്കലേറ്റർ ആണ്. ഇതിൽ കൂടെ പോവുകയോ ഓടുകയോ ചെയ്താൽ താഴത്തേക്ക് വീഴുന്നതായിരിക്കും. മര്യാദക്ക് നിൽക്കുകയാണെങ്കിൽ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നതായിരിക്കും. Now come on, go. Come on, Myra. പോകൂ. MBTV 1 to 15, come down. MBTV 1 to 5, ചെന്ന് നോക്ക് ക്ലാസ്സിൽ ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ടോ ഇല്ലെന്ന്. MBTV 6 to 10, corridor duty. MBTV 11 to 15, office rounds. മിസ്, ഞാൻ ഓൾ ഓക്കേയുടെ റിപ്പോർട്ട് തരാൻ വേണ്ടി വന്നതാണ്. പക്ഷേ MBTVന്റെ ഫുൾ ഫോം എന്താണ്? MBTV means magical beats television. അതായത് മനുഷ്യർ CCTVയിലെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് പോലെ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ മജീഷ്യൻ MBTV ഉണ്ടാക്കിയത്. Good morning, Madam Gordon. Go. അല്ല, ഇതെങ്ങനെ സംഭവിച്ചു? ഷക്ലീന, അഡ്മിഷനൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തതല്ലേ? പക്ഷേ രുദ്രന് ഈ ലെറ്റർ ഇന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഇന്നു മുതൽ അഡ്മിഷൻ ഓപ്പൺ ചെയ്യുന്നു എന്നാണ്. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? മാഡം കാനുങ്കോ, ഐ ഡോണ്ട് നോ. ഞങ്ങൾ കറക്റ്റ് സമയത്താണ് ലെറ്റർ പോസ്റ്റ് ചെയ്തത്. മാഡം കതുങ്കോ, ലെറ്റർ നിങ്ങളുടെ സ്കൂളിൽ നിന്നാണ് വന്നത്. അതിൽ നിങ്ങളുടെ സ്റ്റാമ്പും ഉണ്ട്. മാജിക്കൽസിൽ ആർക്കും മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പൊ ആരും എന്തോ ചെയ്തിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം ഞാൻ ഇവിടെ അഡ്മിഷൻ ആകണമെന്നാ. അല്ലെങ്കിൽ ഒരു പക്ഷെ അവരത് ആഗ്രഹിക്കുന്നില്ല. മൈര ഒന്നും മിണ്ടാതിരിക്ക. ഇതാരുടെ കളിയാന്ന് നമുക്ക് അറിയില്ല. ആദ്യം നമ്മൾ അതാണ് കണ്ടെത്തേണ്ടത്. മാഡം കതുങ്കോ, പ്ലീസ്, ഐ റിക്വസ്റ്റ് യു, ഞങ്ങൾക്ക് പെർമിഷൻ തരൂ പ്ലീസ്. ഇതിൽ എന്തോ തെറ്റ് സംഭവിച്ചിരിക്കുന്നു. നോക്കൂ, ഞാൻ നിങ്ങളെ അങ്ങനെ അവഗണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, പെർമിഷൻ ഗ്രാൻഡഡ്. നിങ്ങൾക്കിപ്പോൾ നാളെ സൺറൈസ് വരെ സമയമുണ്ട്. പെർമിഷൻ മിസ്റ്ററി സോൾവ് ആയില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകേണ്ട കാര്യമില്ല. കാരണം നാളെ മുതൽ ക്ലാസ് തുടങ്ങുകയാണ്. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. രുദ്ര, ഇദ്ദേഹം സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പൽ മിസ്റ്റർ ജാളിയാണ്. ഇദ്ദേഹം നാളെ വരെ താമസിക്കാനുള്ള റൂം തരും. സ്കൂളിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പറഞ്ഞു തരും. ഈ സ്കൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ എന്തെന്നാൽ, അതായത് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനായി നിങ്ങളുടെ മാജിക് പവർ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. വരൂ കുട്ടികളെ, എന്റെ ഒപ്പം വരൂ. ഹോസ്റ്റൽ റൂംസ് എത്ര വലുതല്ലേ? ഈ ക്വാർട്ടേഴ്സ് ഞങ്ങൾക്കുള്ളതാണ് സർ. അല്ല, ഇതെല്ലാം ടീച്ചേഴ്സിന് വേണ്ടിയുള്ളതാണ്. ഇതാണ് നിങ്ങളുടെ റൂം.
കുട്ടികളെ ഇതാണ് നിങ്ങളുടെ കോമൺ റൂം. കൊള്ളാലോ രുദ്ര, ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ഓ, ഡിജിറ്റൽ ലൈബ്രറി. ഇത് സൂപ്പറാ. ഹോസ്റ്റൽ ടവറിൽ ഒരു ചെറിയ ലൈബ്രറിയും ഉണ്ട്. ഇവിടെ എത്ര പേരുണ്ടോ അത്രയും സീറ്റ്സ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി എടുക്കുന്നതാണ്. അത് അവിടെ എന്താ ഉള്ളത്? മാജിക്കൽ ലോണ്ടറി. കുട്ടികളെ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കാൻ പോവാണോ അതോ നിങ്ങളുടെ റൂം വന്ന് കാണുന്നോ? അകത്തേക്ക് ചെല്ല്. രുദ്ര, വരുൺ, ഇത് നിങ്ങൾ രണ്ടുപേർക്കുമുള്ള റൂമാണ്. പിന്നെ മയൂര, നിന്റെ റൂം അവരുടെ റൂമിന്റെ തൊട്ടടുത്തുള്ളതാണ്. സർ വല്ലാതെ വിശക്കുന്നുണ്ട്. അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് കഴിഞ്ഞു വരുൺ. നിങ്ങൾക്ക് വിശക്കുമ്പോൾ നിങ്ങൾ ആ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം ഒന്ന് പറഞ്ഞാൽ മതി. അത് തന്നെ താൻ ടേബിളിലേക്ക് എത്തിച്ചേരും. ഒരുപക്ഷെ നിങ്ങൾക്ക് ലൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ അതും പറഞ്ഞാൽ മതി. ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കൊള്ളും. ഇവിടെ എല്ലാം ഓട്ടോമാറ്റിക് ആണ്. എന്താണ്? ഓട്ടോമാറ്റിക് അല്ല, ഓട്ടോ മാജിക്. ഇവിടെ എല്ലാം മാജിക്കലാണ്. മനസ്സിലായോ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, സ്കൂളിന്റെ റൂൾസ് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മാജിക് പവർ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ കുട്ടികളെ, അപ്പൊ നമുക്ക് പിന്നെ കാണാം. രുദ്ര, ഐ ആം ഷുവർ തീർച്ചയായിട്ടും ഇത് ഷക്ലീനയുടെ കളിയായിരിക്കും. രുദ്ര, ഇപ്പൊ നമ്മുടെ കൈവശം ഒരു ഡോഗ് ഉണ്ടായിരുന്നെങ്കിൽ അവനെ കൊണ്ട് ലെറ്റർ സ്മെൽ ചെയ്യിപ്പിക്കാമായിരുന്നു. അത് നേരെ മണം പിടിച്ച് ഷക്ലീനയുടെ അടുത്തേക്ക് ചെല്ലുമായിരുന്നു. ഗുഡ് ഐഡിയ മൈറ. സിംസിമിനോട് സഹായം ചോദിക്കാം. സിംസും, പറയൂ രുദ്ര, എന്താ നിനക്കിപ്പോൾ വേണ്ടത്? വേഗം ഈ ലെറ്റർ ഒന്ന് സ്മെൽ ചെയ്യ്, എന്നിട്ട് അത് വെച്ച് കണ്ടുപിടിക്ക് ഈ ലെറ്റർ ആരാ അയച്ചതെന്ന്. രുദ്ര, ഞങ്ങൾ സ്ക്യൂറിൽസ് ആണ്, ഡോഗീസ് അല്ല. ഞങ്ങൾക്ക് മണത്താലും ഞങ്ങൾക്ക് ഒന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇനി നീ ഞങ്ങളിലേക്ക് ഡോഗിന്റെ പവർ ഇടുകയാണെങ്കിൽ ചിലപ്പോ കാര്യങ്ങളൊക്കെ നന്നായി വരും. അത്രേ ഉള്ളൂ കാര്യം. വെരി ഗുഡ്. ഇനി നമ്മൾ രാത്രിയാകുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോഴേ സ്കൂൾ ബിൽഡിംഗിൽ ആരും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ആ കൾപ്രിറ്റിനെ കണ്ടെത്താൻ പറ്റും. അതിന്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ഓർഡർ ചെയ്യാം. 3 റുമാലി റൊട്ടി, പനീർ മക്കനും വേണം. Zoom, ready. Let's go. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഈശ്വര, ഞാൻ എന്താ ഈ ചെയ്തത്? ഞാൻ ആ കാര്യം മറന്നുപോയല്ലോ. അതിൽ കയറി നിന്നാ മതി, ഒരിക്കലും ഓടാൻ പാടില്ല എന്നുള്ള കാര്യം. ഇപ്പൊ ഇവിടെ ആരുമില്ല. വാ, നമുക്ക് പറന്ന് മുകളിലേക്ക് പോവാം. ആരാണ് അവിടെ? സ്കൂളിന്റെ ഉള്ളിൽ ഓടാൻ പാടില്ലെന്ന് അറിയില്ലേ? ഓടാൻ പാടില്ല.
തിരിച്ചു പോകൂ അല്ലെങ്കിൽ ഫ്ലൈങ് ബാരിയറിൽ കൊണ്ട് കാല് മുറിയും. സോറി മിസ് സെക്യൂരിറ്റി. ഇവിടെ ഫ്ലൈയിങ് ബാരിയേഴ്സ് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ എന്താ ചെയ്യാ? ദാ അങ്ങോട്ട് നോക്ക്, അവിടെ ലിഫ്റ്റ് ഉണ്ട്. ശരി വാ, ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോവാം. ഇതിന്റെ ഡോർ എങ്ങനെയാ ഓപ്പൺ ചെയ്യുന്നേ? ഇതിലെ ബട്ടൺസ് ഒന്നും ഇല്ലല്ലോ. ഓട്ടോ മാജിക്. മിസ്റ്റർ ഹാപ്പി നമ്മളോട് പറഞ്ഞതല്ലേ ഇവിടെ എല്ലാം ഓട്ടോ മാജിക് ആണെന്ന്. ഡോർ ഓപ്പൺ പ്ലീസ്. ഇവിടെ ഫ്ലോർ പോലും ഇല്ലല്ലോ. ഡോണ്ട് വറി മൈറ, പതുക്കെ കാലെടുത്ത് വെക്ക്. ഞാൻ നിന്നെ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകണം പ്ലീസ്. ഇതെവിടുന്ന വന്നത്? സിംസോം, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? നിൽക്ക് നിൽക്ക്. സിംസുമിന് നമ്മൾ ഡോഗിന് പവർ കൊടുത്തപ്പോ അത് ഡോഗിയെ പോലെ ബോൺസിന്റെ പുറകെ ഓടുന്നു. രുദ്ര, നിന്റെ മാജിക് സിംസുമിൽ ശരിക്കും ഏറ്റിട്ടില്ലെന്ന് തോന്നുന്നത്. ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. വേണ്ട വേണ്ട വേറെ നീ ഒന്നും ചെയ്യണ്ട. അന്തർ മന്തർ കയക്കലന്തർ മൈറ, നീ എന്താ ഈ ചെയ്തത്? ഞാൻ ഇപ്പൊ തന്നെ വരുന്ന ശരിയാക്കാം. അല്ല, ഇപ്പൊ വരും ഡോഗിയായില്ലേ? ഇപ്പൊ ലെറ്ററിന്റെ മണം പിടിച്ച് അവന് കൾപ്രേറ്റിനെ പിടിക്കാൻ പറ്റും. അതിനുശേഷം അവനെ പഴയതുപോലെ മാറ്റാം. പ്ലീസ്, ഈ ചാൻസ് നമ്മൾ മിസ് ചെയ്യരുത്. ഇതിപ്പോ കുറച്ചു നേരത്തേക്കല്ലോ. വരും, ചെല്ല്. അവനെ തേടി കണ്ടെത്ത്. ഇത് എങ്ങനെയാ സംഭവിച്ചത്? ഈ ബോർഡ് ഇവിടുന്ന് എടുത്ത് മാറ്റ്. മൈറ, നിന്നോട് മാജിക് ചെയ്യണ്ടെന്ന് പറഞ്ഞതല്ലേ? ഒരു മിനിറ്റ്. നിങ്ങൾ ആരാ? എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. നിന്നെ പോലുള്ള ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കില്ല. ഒന്ന് നിൽക്കൂ. നിങ്ങൾ ഈ സ്കൂളിനെ പ്ലേ ഗ്രൗണ്ട് ആക്കി മാറ്റിയോ? ഇവിടെ പേഴ്സണൽ മാജിക്കൽ ചെയ്യാൻ പാടില്ലെന്നറിയില്ലേ? ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? സോറി, ഞങ്ങൾക്കിപ്പോ നിൽക്കാൻ പറ്റില്ല. ആ കൾപ്രേറ്റ് ഇപ്പൊ എന്റെ അടുത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ പിള്ളേർക്ക് അക്കാഡമിക് റൂൾസിനെ പറ്റി ഒരു റെസ്പെക്റ്റും ഇല്ല. ഈ കാര്യം ഞാൻ മാഡം കാനുൻ ഗോത്തിനടുത്ത് പറയുന്നതായിരിക്കും. എന്തു പറ്റി മിസ് സെക്യൂരിറ്റി? ഇത് കണ്ടില്ല മാഡം, ഇവര് ചെയ്ത കാര്യങ്ങളൊക്കെ. രുദ്ര, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ, നമ്മുടെ റൂൾ അറിയാലോ. സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മാജിക് പവർ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് ആ റൂൾ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. മാഡം കറുങ്കു, മാജിക് യൂസ് ചെയ്താൽ ഞങ്ങൾക്ക് ആ കൾപ്രേറ്റിനെ കണ്ടെത്താൻ കഴിയില്ലായിരുന്നു. ഞങ്ങൾ അവരെ പിടിക്കുമായിരുന്നു.
മിസ് സെക്യൂരിറ്റി വന്നതുകൊണ്ട് അവർ എസ്കേപ്പ് ആയി. ആ കൾപ്രേറ്റ് രക്ഷപ്പെട്ടു. റൂൾസ് എപ്പോഴും റൂൾസ് ആണ്. നിങ്ങൾ റൂൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇവിടെ നിന്നും പുറത്താക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ മറ്റുള്ള സ്റ്റുഡൻസും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മാജിക് പവർ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ആ കൾപ്രിറ്റിന്റെ കാര്യം ഞങ്ങൾ അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. കമോൺ, ഐ ലീവ് യു ഔട്ട്. മാഡം പ്ലീസ് ഞങ്ങൾക്ക് ഒരു ചാൻസ് തരൂ. ഐ സെഡ് റൂൾസ് ആർ റൂൾസ്. നിങ്ങൾക്കിപ്പോൾ ഞാൻ ചാൻസ് തന്നാൽ മറ്റുള്ളവരും ഇതുപോലെ എന്നോട് ചാൻസ് ചോദിക്കും. പിന്നെ ഇവിടുത്തെ ഡിസിപ്ലിൻ തകരാറിലാകും. കമോൺ, ലെറ്റ്സ് ഗോ ടു ദ മെയിൻ ഗേറ്റ്. ഹാ, മാഡം കാഡുങ്കോ പ്ലീസ് ഞങ്ങൾക്ക് ഇനിയും ഒരു ദിവസം കൂടി സമയം തരൂ. ഈ മാജിക് സ്കൂളിൽ അഡ്മിഷൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. സോറി കുട്ടികളെ, ആൻഡ് ഗുഡ് ലക്ക്. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ സ്കൂളിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ബൈറോ, എന്തൊക്കെ ആയാലും ശരി, നമ്മൾ ഇന്നസെന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തേ പറ്റൂ. പക്ഷെ എങ്ങനെയാ രുദ്ര? നമ്മൾ സ്കൂളിൽ നിന്ന് പുറത്തു നിന്നോണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ? മുത്തശ്ശൻ പറയാറുണ്ട്, പ്രശ്നം എത്ര വലുതായാലും ശരി കൂൾ മൈൻഡോടെ അതിനെ കുറിച്ച് ആലോചിക്കണം. അപ്പൊ അതിനെന്തെങ്കിലും വഴി കണ്ടെത്താൻ പറ്റും. മൈറ, വരുൺ, വേഗം, വഴി കിട്ടി കഴിഞ്ഞു. ഈ ബൈസ്ക ലല്ലേ പൊട്ടിനോ. ഈ ബൈസ്ക സ്പീഡ് ഇൻക്രീസ്. ഞാനൊരു കാര്യം കേട്ടിരുന്നു. ഷക്ലീനയുടെ ഫാമിലിയും രുദ്രന്റെയും ജയ്സിംഗിന്റെയും ഫാമിലിയും തമ്മിൽ ശത്രുതയിലാണെന്ന്. ഒരുപക്ഷെ അവളായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. ഷക്ലീന എവിടെയാ? പോയി അന്വേഷിക്കേ. ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യുന്നതായിരിക്കും മാഡം. MBTVs. ഷോ ഷക്ലീന. ഷാക്കാൽ, നീ എവിടെയാ? ഇങ്ങോട്ട് വാ വേഗം. പറയൂ സഹോദരി, പറയൂ. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഈ ഏട്ടനെ എങ്ങനെയാണ് നീ ഓർമ്മിച്ചത്? ഷാക്കാൽ, ഞാനിപ്പോൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. എങ്കിലേ ജെനി ജോഡിക്ക് ഇവിടെ നിന്ന് നല്ലൊരു മാജിക് എഡ്യൂക്കേഷൻ ലഭിക്കുകയുള്ളൂ. പക്ഷെ നീയോ, രുദ്രയുമായുള്ള ശത്രുത നീ ഇപ്പോൾ തുടരുകയാണ്. നിനക്കറിയാമോ, എല്ലാരും എന്നെയാണ് സംശയിക്കുന്നത്. ഇങ്ങനെ പോയാൽ ജെനി ജോഡിയെ പുറത്താക്കുമെന്നാ തോന്നുന്നത്. രുദ്രയും ഇവിടെ ഉണ്ടെന്നോ? അതെനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. മാജിക്കിന്റെ ഏറ്റവും വലിയ ഗുരു ജയ്സിം ചൗഹാൻ അവന്റെ വീട്ടിൽ തന്നെയുണ്ട്. പിന്നെ രുദ്ര എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. വെറുതെ ഓരോന്ന് പറഞ്ഞു ഒഴിയണ്ട. എനിക്കറിയാം, രുദ്രയുടെ സ്കൂളിൽ അഡ്മിഷൻ പോസ്റ്റ്പോൺ ചെയ്തതിന് കാരണം നീയാണെന്ന് എനിക്ക് നന്നായി അറിയാം. നീയാണ് അവനെ എപ്പോഴും പിന്തുടരുന്നത്. ഞാനൊന്നും അവന്റെ പുറകെ ഓടാറില്ല. കാരണം അവൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല. പക്ഷെ ഇപ്പോ ഞാൻ എന്റെ കളി ഇവിടെ തുടങ്ങാൻ പോവാ. ഞാൻ മജീഷ്യൻ. ഒന്ന് മതിയാക്കൂ ഷാക്കാൽ. ഇതെന്റെ കുട്ടികളുടെ ഭാവിയുടെ കാര്യമാണ്. നീ കാരണം എന്നെയും ജെനി ജോഡിയെയും സ്കൂളിൽ നിന്ന് ചിലപ്പോൾ പുറത്താക്കിയെന്ന് വരും. ഇനി ഒരുപക്ഷെ നീയല്ല അവന്റെ പുറകിലെങ്കിൽ പിന്നെ ആരായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്? ഒരുപക്ഷെ ഷക്ലീന അല്ലെങ്കിൽ പിന്നെ ആര്? രുദ്രയെ ഞാനിവിടുന്ന് പറഞ്ഞയച്ചില്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം കണ്ടെത്താനായി ഞാൻ ഒരു പക്ഷേ ഒരു ദിവസത്തെ പെർമിഷൻ കൂടി അവർക്ക് കൊടുക്കുമായിരുന്നു. ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് മാഡം കാഡുങ്കോ. നിങ്ങൾ എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. ഗേറ്റ് അടച്ചിട്ടതിന് ശേഷവും നിങ്ങൾ എല്ലാവരും എങ്ങനെയാണ് സ്കൂളിന്റെ അകത്തേക്ക് കയറിയത്? പറയൂ. അതൊക്കെ ഞങ്ങൾ വിശദമായിട്ട് പിന്നെ പറയാം. പക്ഷെ മാഡം കാഡുങ്കോ, ഇന്ന് വൈകുന്നേരം വരെയെങ്കിലും ഈ സ്കൂളിൽ നിൽക്കാൻ ഞങ്ങൾക്ക് പെർമിഷൻ വേണം. ഓക്കേ, പെർമിഷൻ ഗ്രാൻഡഡ്. താങ്ക് യു മാഡം കാഡുങ്കോ. പക്ഷേ കുട്ടികളെ നിങ്ങൾ ഇവിടുത്തെ എല്ലാ റൂൾസും ഫോളോ ചെയ്തേ മതിയാകൂ. യെസ് മാഡം, താങ്ക് യു.
ആരായിരുന്നു ഇത്? ആരെ കാര്യം ചെയ്തത്? ആരുടെ ബുക്കുകളാണിത്? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ തലയിൽ കൂടി ഇട്ടതാ. ഹലോ മാഡം വിച്ച്. ഇപ്പൊ നമുക്കൊന്ന് സംസാരിച്ചാലോ? സ്മാർട്ട്, വെരി സ്മാർട്ട്. ഞാൻ കേട്ടതുപോലെ തന്നെ അതിനേലും സ്മാർട്ടാ നീ. പക്ഷെ നീയാണെങ്കിലോ വളരെ ചെറുതാണ്. എന്നോട് മത്സരിക്കാൻ നിന്നെ കൊണ്ടാവില്ല. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഫ്ലൈയിങ് ബ്രേക്ക് ഇപ്പോൾ തന്നെ ചെയ്യൂ. ഡിസപ്പിയർ ചെയ്യൂ. രുദ്ര, ഇതെന്റെ സ്കൂളാണ്. ഇവിടെ എന്റെ സെക്യൂരിറ്റി ആണുള്ളത്. നിനക്ക് എന്നിൽ നിന്നും രക്ഷപ്പെട്ടു പോകാനാവില്ല. സോറി മിസ് സെക്യൂരിറ്റി, എനിക്ക് സമയം കുറവാണ്, അതുകൊണ്ടാണ് ഓടുന്നത്. താഴെ ഒരു റൂമും ലൈറ്റും ഞാൻ കണ്ടുപിടിച്ചു. അവിടെ എന്താ ഉള്ളത്? ആരാ താമസിക്കുന്നത്? താഴെ ഒരു ലൈറ്റർ റൂമും ഇല്ല. അത് നിന്റെ ഊഹം മാത്രമാണ്. ഞാനത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ പറഞ്ഞത് സത്യമാണ്. അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി എവിടെയാണുള്ളത്? ഇതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാണ്. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സ്കൂളിന്റെ മാപ്പിൽ അത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അങ്ങോട്ട് പോകാനുള്ള വഴിയും സ്കൂളിന്റെ മാപ്പിൽ ഉണ്ടാവുന്നതായിരിക്കും. പക്ഷെ ബ്ലൂ പ്രിന്റ്സ് ഞാൻ കണ്ടതാണ്. അതിൽ ഇങ്ങനെ ഒരു റൂമും കാണുന്നില്ല. ആ മാപ്പ് എവിടെയുണ്ട്? മാപ്പ് ലൈബ്രറിയിലുണ്ടാകും. പക്ഷെ നീ ഇപ്പോൾ എന്റെ ഒപ്പം മാഡം ഖാനുവിന്റെ അടുത്തേക്ക് വരുന്നതാണ്. ലെറ്റ്സ് ഗോ. സോറി മാം, ഞാനിപ്പോ കുറച്ച് ധൃതിയിലാണ്. MBTV 1-25. Catch Rudra. വരുണും മൈരയ്ക്കും ഇൻഫോം ചെയ്യണം. വേഗം വന്നതിന് സ്കൂൾ ലൈബ്രറിയിൽ മീറ്റ് ചെയ്യാം. Device ka, door closed. Normal, let's go. Let's go. ആരുടെ കണ്ണിലും പെടാതെ നമുക്ക് ആ മാപ്പ് തേടി കണ്ടെത്തണം. അതിന് നമ്മൾ ചെറിയ സൈസായിട്ട് മാറേണ്ടതാണ്. ഇവിടുത്തെ പിള്ളേരെല്ലാവരും ഒന്നിന് പുറകെ ഒന്ന് അക്കാഡമി റൂൾസ് എല്ലാം ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിൻസിപ്പൽ മാഡത്തിന്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അത് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻഫോം ചെയ്യണം. അവരെ കണ്ണിൽ പെടാതെ മാപ്പ് തേടി കണ്ടുപിടിക്കണം. Lilliputino.
വരൂ, ഇത് സേഫ് ആയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാം. വെറും വയറ സൂക്ഷിച്ചു. ഇതിന് ഭയങ്കര ഭാരാണല്ലോ രുദ്ര. നമുക്കിത് പൊക്കി കൊണ്ടുപോകാൻ പറ്റില്ല. എന്താണ് ആ ശബ്ദം? ആ കുട്ടികൾ ഇതിനകത്തും കടന്നു കയറിയോ ഇനി? എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? സ്കൂൾ ബിൽഡിംഗിന്റെ താഴെ ഒരു റൂം ഉണ്ട്. അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി എവിടെയാ? ഫോളോ ദി ആരോ. താങ്ക്സ്. ചേടാ, ഇതെന്താ ഇതൊക്കെ? നിക്കടാ നിക്കടാ അവിടെ. സെക്യൂരിറ്റി സെക്യൂരിറ്റി. നീ വരണ്ട കൂടെ മുന്നോട്ട് പോക്കോ. അവരെ കാര്യം ഞാൻ നോക്കിക്കോളാം. മിസ് സെക്യൂരിറ്റി. ഇയാളുടെ കൈയും മിസ് വായും സെക്യൂരിറ്റി. കെട്ടിയിട്ടേക്കാം. മിസ് സെക്യൂരിറ്റി. വിളിക്കാൻ പറ്റില്ലല്ലോ. അവരെ ഫോളോ ചെയ്യാൻ പറ്റില്ല. അന്തർ മന്തർ കാലിക്കല്ലന്തർ. അയാളുടെ കാര്യം കഴിഞ്ഞു. ഇനി ഒരിക്കലും നമ്മളെ ഫോളോ ചെയ്യില്ല. ഇത് നേരം മാജിക്കാണ്. എന്നെ രക്ഷിക്കേ. മതി നിർത്ത്, ഒരുപാടായി. നീ ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് നിയമങ്ങളാണ് ലംഘിച്ചിരിക്കുന്നത്. ആരും ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ല. Arrest them. No more chance. മാറ, നീയും വരുണും മുന്നോട്ട് പോകും. വഴി കണ്ടുപിടിക്കാൻ ഞാൻ പുറകെ വന്നേക്കാം. ഗാർഡിയൻസ്. എത്ര ദൂരം ഓടിക്കൊണ്ടിരിക്കും പിള്ളേരെ? സോറി മിസ് സെക്യൂരിറ്റി, ഇന്ന് എനിക്ക് അവളെ പിടിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അവളെ പിടിക്കാൻ കഴിയില്ല. ആരെങ്കിലും ഈ കെട്ടൊക്കെ അഴിച്ചു വിട്.
ഇവിടെ സിഗ്നൽ സ്ട്രോങ് ആണ്. ആരുടെ കയ്യിലാണോ ബുക്കുള്ളത് അവർ മുന്നിൽ കാണുന്ന ഹാൻഡ് പ്രിന്റിന് മുന്നിൽ കൈവയ്ക്കുക. അപ്പോൾ ഈ വാതിൽ തുറക്കുന്നതാണ്. ബൈ ബൈ, ഓൾ ദ ബെസ്റ്റ്. വരുൺ, വരുൺ, വേഗം രുദ്രയെ വിളിക്ക്. വരുൺ, ആ ഈഗിൾ മാൻ നിന്നെ ഇങ്ങനെ ചെയ്തല്ലേ? ഇതിന് കാരണം ഈഗിൾ മാൻ അല്ല, നീയാണ് കാരണം. ദേഷ്യപ്പെടാനുള്ള സമയം ഇതല്ല. മൈറ, എന്തായി? ഇത് കാണാൻ ഒരു പഴയ സ്റ്റോറേജ് റൂം പോലെയുണ്ടല്ലോ. ഇത് അക്കാഡമിയാണോ അല്ലെങ്കിൽ ഗുഹയാണോ? ഇങ്ങനത്തെ പേടിപ്പിക്കുന്ന റൂം ഏതെങ്കിലും സ്കൂളിൽ ഉണ്ടാവോ? ഇത് സ്റ്റാച്ചു റൂമാണ്. എല്ലാരും അലേർട്ട് ആയിരിക്കണം. മിസ് സെക്യൂരിറ്റിയും എന്നെയും തനിച്ചുവിടും. നീ എന്തിനാ അക്കാദമി ബേസ്മെന്റിനെ കുറിച്ച് രുദ്രയോട് പറഞ്ഞത്? ഞാനല്ല പറഞ്ഞത് മാഡം, അവൻ തന്നെ കണ്ടതായിരുന്നു. ഞാൻ അവനെ പിടിക്കുന്ന സമയത്ത് അവൻ നമ്മുടെ സ്കൂളിന്റെ റെക്കോർഡുകൾ ലംഘിക്കാനുള്ള പ്ലാൻ ചെയ്യുകയായിരുന്നു. നീ അവനോട് മാപ്പിനെ കുറിച്ചും പറഞ്ഞു അല്ലേ? എന്തിനാ അത് പറഞ്ഞത്? ഞാൻ എപ്പോഴും ഓഫീസിൽ തന്നെയാണെങ്കിലും ഞാൻ എല്ലായിടത്തെയും വിവരങ്ങൾ അപ്പോൾ അറിയുന്നുണ്ട്. നീയും സ്കൂളിന്റെ റൂളുകൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. യു വിൽ ബി ഫയർഡ്. സ്കൂളിന്റെ റൂള് മാഡവും ലംഘിച്ചിരിക്കുകയാണ്. മാഡത്തിന് ആരാണ് ഫയർ ചെയ്യാൻ പോകുന്നത്? എന്ത്? ഞാൻ എപ്പോഴാ ബ്രേക്ക് ചെയ്തത്? MBTV of main hall. Come here, fast. രുദ്ര നല്ലൊരു പയ്യനാണ്. അഡ്മിഷന്റെ കാര്യത്തിൽ ആരോ അവനെ ചതിച്ചിട്ടുണ്ട്. യുനോ, ചിലപ്പോൾ സത്യാവസ്ഥ കണ്ടെത്താനായിട്ട് റൂൾസിനെ നമുക്ക് ബൈപ്പാസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, മറ്റാരും ഇക്കാര്യം അറിയരുത്. അപ്പോൾ എല്ലാരും റൂൾസ് ബൈപ്പാസ് ചെയ്യും. മാപ്പിന്റെ കാര്യം ഞാൻ അവനോട് പറഞ്ഞിട്ട് മാഡം എന്ത് ചെയ്തതാണോ അത് തന്നെയാണ് ഞാനും ചെയ്തത്. റൂൾസിനെ ബൈപ്പാസ് ചെയ്തു. ഒരു കാര്യം അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമായി. എന്നാൽ ഒരു കാര്യത്തിൽ വളരെ വിഷമമുണ്ട്. റൂം ഓഫ് ഇല്യൂഷനിൽ നിന്ന് ആരും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ഒരുപക്ഷെ രുദ്രയും റൂം ഓഫ് ഇല്യൂഷനിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല എങ്കിൽ ഇതിന്റെ ശിക്ഷ അവന് കിട്ടിയേ മതിയാവൂ. എനിക്ക് വിശ്വാസമുണ്ട് അവൻ തീർച്ചയായിട്ടും മടങ്ങി വരുന്നതായിരിക്കും. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഷക്ലീന, നീയോ? മാഡം ഗോർഡൻ ഗോ നിന്നെ ഇവിടുന്ന് പുറത്താക്കി നോക്കിക്കോ. അതൊന്നും അവൾക്ക് വിചാരിക്കാൻ കൂടി കഴിയില്ല. ഇതിനെല്ലാം പുറകിൽ ഞാനാണെന്ന് അവർക്ക് അറിയില്ല.
എനിക്കറിയാം മിസ് സെക്യൂരിറ്റി ഞങ്ങൾ എല്ലാരെയും ഫോളോ ചെയ്യുന്നുണ്ട് എന്ന്. റെക്കോർഡിംഗ് ചെയ്യുന്നതും ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് മേഡം സെക്യൂരിറ്റി മേഡം കാനുങ്കോയെ വെറുതെ കളിപ്പിക്കാനായിട്ട് ഷാക്കാലിനെ വഴക്ക് പറയുന്നത് പോലെ അഭിനയിച്ചതാണ്. ഇതെല്ലാം കണ്ട് അവർ വിശ്വസിച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം പിറകിൽ ഞാനല്ലെന്നും വിശ്വസിച്ചിരിക്കുന്നു. ബൈ ബൈ രുദ്ര. ഞാൻ മജീഷ്യൻ. എന്നെ കണ്ടാൽ പേടിക്കണം, ഞാനാണ് ഷഖാൽ. ഹലോ രുദ്ര. ഷക്കാൽ നീയോ? നീ മാജിക് സ്കൂളിൽ എന്താ ചെയ്യുന്നത്? നീ ഇവിടെ ഉള്ളിടത്തോളം കാലത്തോളം ജെന്നിക്കും ജോഡിക്കും ഈ സ്കൂളിൽ ഫസ്റ്റ് ആകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് വേണ്ടി ഈ ചതി ഒരുക്കിയത്. ഞാൻ തന്നെയാണ് ഈ ബ്ലഡർ മാറ്റി മറിച്ചത്. കുട്ടികളായി നിങ്ങൾക്ക് ഈ റൂം ഓഫ് ഇല്യൂഷനിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. ബൈ ബൈ. ചേടാ, ഇതിപ്പോ വലിയ പ്രശ്നമായി പോയല്ലേ രുദ്ര. വേഗം വാ, വേഗം വന്നിട്ട് ചൂടായിട്ട് ഭക്ഷണം കഴിക്കേ. ഇവിടെയോ? അതെ രുദ്ര, പഠിപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ രുദ്ര, നീ എന്റെ അടുത്തേക്ക് വരൂ. രുദ്ര വേഗം വാ, പോവാം. മുത്തശ്ശൻ വിളിക്കുന്നത് കേട്ടില്ലേ? എനിക്ക് ഇവിടെ ഇരിക്കണ്ട. വരൂ നിൽക്ക്. അതൊരു ഇല്യൂഷൻ ആണ്. മൈര, രുദ്ര വേഗം വാ. കുറച്ചു നേരം നമുക്ക് മുത്തശ്ശന്റെ ഒപ്പം ഇരുന്നിട്ട് പിന്നെ തിരിച്ചു പോവാം. വാ മൈര, വാ രുദ്ര. നോ മൈര, അവിടെ നിൽക്ക്. അതൊക്കെ വെറും നാടകമാണ്. ഒരിക്കലും അങ്ങോട്ട് നോക്കരുത്. രുദ്ര ഇങ്ങോട്ട് വരൂ. ഞാൻ അടിപൊളി ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രുദ്ര. കം ടു മീ രുദ്ര. വരൂ രുദ്ര വരൂ. നിന്റെ മുത്തശ്ശൻ പറഞ്ഞാൽ നീ കേൾക്കില്ലേ? വരൂ രുദ്ര, ഡിന്നർ ഈസ് സെർവ്ഡ്. രുദ്ര ഒന്ന് വേഗം വാ. ചേടാ, ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. രുദ്ര ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ രുദ്ര. രുദ്ര വരൂ. വരൂ രുദ്ര. ഇതെല്ലാം ഇല്യൂഷനാണ്. ഞാൻ വരില്ല. വരൂ. വരൂ. വരൂ രുദ്ര. വരൂ രുദ്ര. വരൂ രുദ്ര. ഞാനാണ് വിളിക്കുന്നത്. വരൂ രുദ്ര. Focus and believe. Zibba iska. Boom, chick, chick, boom. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഷക്കാൽ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. നിന്റെ മായാജാലമൊക്കെ ചിന്ന ഭിന്നമായി ചിതറിപ്പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. രുദ്ര, നീ ഇവിടുന്ന് രക്ഷപ്പെടില്ല. നീ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ആലോചിക്കുക പോലും ചെയ്യരുത്. രുദ്ര, ഈ കളി ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി നിനക്കും ജനി ജോഡിക്കും ഈ സ്കൂളിൽ സ്ഥാനമില്ല. പ്ലീസ് ലീവ്. മേഡം കാനുങ്കോ, പ്ലീസ് ഞങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കരുത്.
ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഷാക്കാലിനോട് ഞാൻ ഒരുപാട് അപേക്ഷിച്ചതാണ്, പക്ഷെ അവൻ അതൊന്നും കേട്ടില്ല. മേഡം ഗണുങ്കോ, പഠിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പ്ലീസ് അവരെ പുറത്താക്കരുത്. ആരെയാണോ നിങ്ങൾ പുറത്താക്കാൻ ശ്രമിച്ചത് അവരാണിപ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ വന്നിരിക്കുന്നത്. ശരി, നിങ്ങൾ ഇവിടെ തന്നെ തുടരൂ. നിന്റെയും നിന്റെ ഫ്രണ്ട്സിന്റെയും അഡ്മിഷൻ ലെറ്ററിൽ രാവിലെ വന്ന് സിഗ്നേച്ചർ വാങ്ങിക്കണം. സോ വെൽക്കം ടു അഡ്വാൻസ്ഡ് മാജിക് സ്കൂൾ. Watch India's largest kids library only on Jio Hotstar. Download the app now.